ഇറാൻ അവരുടെ സൈനിക സ്ട്രാറ്റജീസ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്കറിയാം ഒരു തരത്തിലുള്ള അഗ്രഷൻ ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറാൻ്റെ സൈഡ് നോക്കിയാലും അഗ്രസീവായിട്ടുള്ള എന്താ പറയുക പ്രസ്താവനകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ഇറാൻ അവർ ഏത് രീതിയിലാണ് അവരുടെ സൈനിക മാറ്റങ്ങൾ വരുത്തിയത് എന്നുള്ള ചില അനാലിസിസ് പുറത്തു വന്നിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് എന്താ ഇത്രയും ദിവസത്തെ യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, എങ്ങനെ അടിക്കുന്നു ഇറാൻ, എങ്ങനെ അടിക്കുന്നു അമേരിക്ക, അല്ലെങ്കിൽ തിരിച്ചടിയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇറാൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ നാട്ടിലെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ സംഖ്യകൾ മാത്രമേ ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും സംഖ്യകൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്, എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ഒരു ഗുണവും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ബോധവും ഇല്ലാണ്ട് ഈ പൊട്ടക്കണക്കിലെ ചാണക തവളകളെ പോലെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിടുന്നത്. ഞാൻ എടുത്തിടും, ഒന്നും നോക്കില്ല. സംഖ്യയ്ക്ക് ഒരു കൊട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴും ഈ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക തോറ്റുകൊണ്ടായിരിക്കുന്നത്, ഇറാനാണ് ജയിച്ചിരിക്കുന്നതെന്ന് ലോകരാജ്യങ്ങൾ അമേരിക്ക പോലെ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ലോകത്ത് ഒരേ ഒരു കൂട്ടരെ അക്സെപ്റ്റ് ചെയ്യാത്തുള്ളൂ. ആരാന്നറിയോ? ഒന്ന് സംഘി, പിന്നെ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് ഇസ്രായേലിലെ തീവ്ര സംഖ്യകൾ, ഈ 2 കൂട്ടരല്ലാത്ത എല്ലാവർക്കും, പിന്നെ നമ്മുടെ നാട്ടിലെ എച്ചിൽ മുസ്ലിങ്ങളും, ബാക്കി എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എച്ചിൽ മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ കണ്ടല്ലോ, എച്ചിൽ മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് തന്തക്കും തള്ളക്കും പരമ നാറിത്തരം ചെറ്റ എന്താ പറയുക തെറി കേട്ടിട്ടും ഇപ്പം അതിനെ മെഴുകി ന്യായീകരിച്ചുകൊണ്ടിരിക്കാം. ദിവസം പോസ്റ്റാണ്, എനിക്ക് തെറി കേട്ടിട്ടില്ല, ഞാൻ സേഫാണ്, ഞാൻ സംഭവമാണ്, ഞാൻ ചക്കരയാണ്, മുത്താണ്, മറ്റേ സംഖ്യകളുടെ തങ്കക്കുടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മെസ്സേജും അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് ഒരു കഷ്ടപ്പാടില്ലേ. അതായത് കേട്ട് ഇനിയിപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ പോട്ടെ, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. പക്ഷേ ഇറാൻ്റെ സൈനിക നയങ്ങളുടെ മാറ്റങ്ങളും അമേരിക്ക ഇത്തരത്തിലുള്ള നയങ്ങളിൽ നിശബ്ദത പാലിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് മുമ്പ് ഒരാൾ ചെയ്തതാണ്, ഇന്നലെ ഒരാൾ ചെയ്തതാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് പഠിച്ച് ജസ്റ്റ് സംസാരിക്കുക എന്നുള്ളതുള്ളൂ. അതായത് ജൂൺ 23, അതായത് ഇന്നിപ്പോൾ 25 2 ദിവസം മുമ്പ് ഇറാൻ്റെ പുതിയ സൈനിക നയം മിലിറ്ററി ഡോക്ട്രൈൻസ്, അതായത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങളിൽ എവിടെയും അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ കൗണ്ടർ പ്രസ്താവനകൾ വരെ വന്നിട്ടില്ല. നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുക. അതായത് ഇറാൻ്റെ പുതിയ ആക്രമോത്സുക സൈനിക നയം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് പിന്നെ തുടക്കത്തിലൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകൾ ചെയ്തിട്ട് കാണണം. കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എതിരെ വന്ന കേസുകളും പുല്ലാപ്പുകളും ഒരുപാടാണ്. നിങ്ങൾ കണ്ടിട്ടാവും നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ എടുത്തിട്ട് സംഘികളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ചാനലുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവരുടെ വലിയ വലിയ സംഘ ചാനലുകൾ വരെ എൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ ഫേസ് വെച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കണം, എനിക്കെതിരെ അത് ചെയ്യണം, എനിക്കെതിരെ ഇത് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു മാസ് പെറ്റീഷൻ നടക്കുന്നുണ്ട്. എത്ര പേര് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ ഷെയറിൽ കയറി വന്നിട്ടുണ്ടാവും, നടക്കുന്നുണ്ട്. നമ്മളതിനെ ഇനിയിപ്പോൾ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ പറയേണ്ടത് പറയേണ്ട പോലെ പറയേണ്ട മുഖത്ത്, അത് സംഖ്യയുടെ അണ്ണാക്കിലാണെങ്കിലും ഞാൻ പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമില്ല. അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് എന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, മൊത്തം ഡീറ്റെയിൽസ് വെച്ചിട്ട് വലിയൊരു കഥ തന്നെ പറയാനുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. പൈസ ചിലവൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളൊക്കെ അടിക്കുക. അല്ലാണ്ട് നമ്മൾ ആരിഫ് ഇരുന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പല എച്ചിലുകൾ ഇരുന്ന് പറയാറുണ്ട്, സംഘ ചാനലുകൾ ഇരുന്ന് പറയാറുണ്ട്, താഴത്ത് GPay വരെ കൊടുത്തിട്ട് നിങ്ങൾ എനിക്ക് പൈസ തരൂ എൻ്റെ സുഡാപ്പികൾ അല്ലെങ്കിൽ എന്നെ ജിഹാദികൾ ആക്രമിക്കുന്നേ, അതൊന്നും പൈസ ഒന്നും വേണ്ട, നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അത് ജസ്റ്റ് പറഞ്ഞു വെക്കുകയാണ്. എന്താ പറയുക പറയാം, അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം പിന്നെ. അപ്പം ഇറാൻ്റെ പുതിയ സൈനിക ആക്രമോത്സക്ത എന്താ പറയുക സൈനിക നയത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം. 2026 ജൂൺ 23, അതായത് 2 ദിവസം മുമ്പാണ് ഇറാൻ്റെ ആർമി സ്ട്രാറ്റജിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഡയറക്ടറായിട്ടുള്ള അഹമ്മദ് റസേ ബൊദസ്ഖാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിരുന്നു. പുള്ളിയുടെ പ്രഖ്യാപനം, ദേശീയ താല്പര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ശത്രുവിനെ നെട്ടിച്ചുകൊണ്ട് ഇറാൻ ആദ്യം തന്നെ ആക്രമണം, അതായത് പ്രിമിറ്റീവ് അറ്റാക്ക്, അതായത് പ്രിമിറ്റീവ് സ്ട്രൈക്സ്, അതായത് ഇത്രയും കാലം എന്താ ഉണ്ടായിട്ടുള്ളത്, ഈ പറഞ്ഞ ഇസ്രായേലും അമേരിക്കയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇറാൻ അങ്ങോട്ട് ആക്രമിച്ചു, ഇറാൻ തിരിച്ച് വരെ ആരെയും ആക്രമിച്ചിട്ടില്ല. നിങ്ങൾ പച്ചക്ക് ശ്രദ്ധിച്ചാൽ മതി, ഇറാനായിട്ട് അങ്ങോട്ട് ആക്രമിക്കാൻ എവിടെയും പോയിട്ടില്ല. അല്ലാണ്ട് അവിടെ ക്ലോക്ക് ഉണ്ട്, ഇസ്രായേലികളെ തകർക്കും, വെറുതെയാണ്, അതൊക്കെ ആർക്കും എന്തും ചെയ്യാം. പക്ഷേ ഇറാനായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളോട്ട് ആക്രമിച്ചിട്ടില്ല. നമ്മളിവിടെ ആദ്യം ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇറാനിലെ അയത്തുള്ള അലി ഖാമിനിയുടെ ഫത്വ തന്നെയുണ്ട്. അതായത് നമ്മൾ ആണവോർജ്ജം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആണവ വെപ്പൺസ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് 35 വർഷമായിട്ട് അമേരിക്കൻ ലോകരാജ്യങ്ങളുടെയും ഉപരോധങ്ങളെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മളായിട്ട് ആരെ ആക്രമിക്കാൻ പോകണ്ട, നമ്മൾ നമ്മുടേതായിട്ട് വഴിക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ അങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷേ
അതിന് മാറ്റം വരുത്തുന്ന അവസ്ഥ. അതായത് കാംനേൻ, അതായത് അയത്തുള്ള അലി കാംനേനെ അവർ വധിച്ചു. യുദ്ധത്തിൻ്റെ ഫസ്റ്റ് യുദ്ധം എന്നല്ല, അതായത് ഈ ഇവന്മാർ തന്തയില്ലാത്ത പരിപാടി കാണിച്ചു, അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്നതിൻ്റെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു. ഈ അറ്റാക്ക് കയറി ചെയ്ത സമയത്താണ് തിരിച്ച് ഇറാൻ അങ്ങോട്ട് കയറി പിന്നെ അതിനുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കാംനയുടെ ഇല്ലാണ്ടാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പുതിയ റെജീം, ഇപ്പോഴത്തെ റെജീം എന്ന് പറഞ്ഞാൽ ഇനി ഇറാൻ വെയിറ്റ് ചെയ്തിരിക്കില്ല. അവർ ഞങ്ങളുടെ അറ്റാക്ക് ഞങ്ങൾക്ക് ഇടിക്കട്ടെ, ഞങ്ങൾ ആളുകളെ കൊല്ലട്ടെ, എന്നിട്ട് ഞങ്ങൾ തിരിച്ചറ്റാക്ക്. ആ പരിപാടി ഇറാൻ നിർത്തി. ഇനി എന്തെങ്കിലും ത്രെട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറാൻ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും. അതായിരുന്നു ഇവരുടെ ഒരു സെൻട്രൽ ഡയറക്ടർ അഹമ്മദ് റസ ഇന്നലെ 23-ാം തീയതിയുടെ പ്രസ്താവന വന്നിട്ടുള്ളത്. ഞങ്ങൾ കയറി അറ്റാക്ക് ചെയ്യും ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ. ഈ പ്രസ്താവനയ്ക്ക് അമേരിക്ക ഒരു തരത്തിലും മറുപടിയും കൊടുത്തിട്ടില്ല. എന്നാൽ അമേരിക്കക്കാരാം ഞങ്ങൾ അതിന് കയറി തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഈ കരാറിന് പിന്മാറും. ഇറാൻ ഈ കരാറിന് പിന്മാറിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മൂട്ടിൽ പൊട്ടും. ആ ഉറപ്പുള്ളതുകൊണ്ട് അമേരിക്ക മിണ്ടാൻ പോയിട്ടില്ല. എങ്ങനെയെങ്കിലും കരാർ നടക്കണം, തൽക്കാലം അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ വരുന്ന ഈ ഒരു ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എന്താ പറയുക നെതന്യാഹു എന്തായാലും തോൽക്കും, പൊട്ടി അമ്പം പരാജയപ്പെടുന്നില്ല എല്ലാവർക്കും വരാം. അത് കഴിഞ്ഞിട്ട് പുതിയ റെജീം അവിടുത്തെ, അതായത് ഇസ്രായേലിലെ പുതിയ റെജീമുമായിട്ട് പുതിയ സഖ്യം കൊണ്ടോട്ട് പോകാമെന്ന് മാത്രമേ ഇപ്പം അമേരിക്കയുടെ കയ്യിലുള്ള അവരാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ദേശീയ താല്പര്യങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇറാൻ ഒന്നും നോക്കില്ല, തിരിച്ചങ്ങോട്ട് ആക്രമിക്കും, സ്ട്രൈക്ക് ചെയ്യും എന്നാണ് ഇറാൻ്റെ പുതിയ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ആ അമേരിക്കയുടെ നിശബ്ദത, ഒരു രാജ്യം ഇത്തരത്തിൽ പരസ്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടും സാധാരണ അമേരിക്കയുടെ വൈറ്റ് ഹൗസോ അല്ലെങ്കിൽ പെൻറ്റഗണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെ ഇതിനെതിരെ എന്തെങ്കിലും സംസാരിക്കേണ്ട, പക്ഷേ അമേരിക്ക മിണ്ടിയിട്ടില്ല. കാരണം ഇറാൻ്റെ മേലെ അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇറാൻ്റെ മേലെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇല്ല. പക്ഷേ ഇറാൻ ഇവരെ മേലെ ഇപ്പം നല്ല കൺട്രോൾ ഉണ്ട്. ഇറാനാണ് ഇപ്പം ഡ്രൈവിംഗ് സീറ്റിൽ, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സ്ട്രാറ്റജിക് പേഷ്യൻസ് എന്ന് പറയും, നമുക്ക് അങ്ങനെ ഒരു ടേം അതിന് എടുക്കാൻ പറ്റും. അതായത് ഈ ഒരു സ്ട്രാറ്റജിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ മുൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖാം, ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ കാലത്ത് മുതൽ ഇറാൻ നയതന്ത്രപരമായിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ക്ഷമ എന്ന നയമാണ് ഉണ്ടായിട്ടിരുന്നത്. അത് കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്തു, അവസാനിപ്പിച്ചു. തങ്ങൾ പ്രതിരോധത്തിൽ ഒതുങ്ങിക്കഴിയുന്നതിലും നല്ലത് കഴിഞ്ഞ 2 വർഷത്തിനിടെ 2 തവണ, അതായത് 2025-ലും 2026-ലും അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കേണ്ട, ഞങ്ങളുടെ നേതാവിനെ വരെ ഇല്ലാണ്ടാക്കി, അതുകൊണ്ട് ഇനി ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കില്ല, ഞങ്ങൾ കയറി ആക്രമിക്കും എന്നുള്ള തീരുമാനമാണ് ഇറാൻ്റെ ഈ ഒരു സ്ട്രാറ്റജിക് കൗൺസിൽ എടുത്തിട്ടുള്ള തീരുമാനം. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ ഇൻഷുറൻസ് സ്ട്രാറ്റജീസ്, അതായത് ഇറാൻ്റെ എന്താ പറയുക, ഇറാനെ സംബന്ധിച്ച് ആണവായുധം എന്നത് മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ളതല്ല. നിങ്ങളെടുത്തോ, ഇസ്രായേൽ എടുത്തോ, അമേരിക്ക എടുത്തോ, ഏത് രാജ്യങ്ങളും ആദ്യം തന്നെ ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരിച്ചിരുന്നത്, ആണവായുധങ്ങൾ ഉണ്ടാക്കുക ചെയ്തത്. ഇറാൻ കാലങ്ങളായിട്ട് സമ്പുഷ്ടീകരിക്കുന്നുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് എന്നുള്ളൊരു കണക്ക് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഇറാൻ ഇതുവരെ ഇതുണ്ടാക്കിയിട്ടില്ല, അതായത് ഒരു ആണവ ആയുധം ഉണ്ടാക്കിയിട്ടില്ല. ഇറാൻ വേണമെങ്കിൽ ഈ പറഞ്ഞ സമയം കൊണ്ട് ഈ യുദ്ധത്തിൻ്റെ ഈ പറഞ്ഞ 10-90 ദിവസത്തിനിടയ്ക്ക് 10 വട്ടം ഉണ്ടായിരുന്നു ഇസ്രായേലിലോ അല്ലെങ്കിൽ ഈ ബേസുകളോ. ഇറാൻ ചെയ്തിട്ടില്ല. അതാണ് ഇറാനികൾ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ നിങ്ങൾ ഇറാനിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ UAE സമയത്ത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ ഇറാനിയൻ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇറാനിയൻ ആളുകൾ എത്ര പേര് വർക്ക് ചെയ്തിട്ടുണ്ടോ, അവരുടെ ഒരു ആദ്യത്തെ മര്യാദ എത്ര നിൽക്കാറും. നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിച്ചാൽ അവർ സ്നേഹം മാത്രമേ നമ്മളോട് കാണിക്കുകയുള്ളൂ, അല്ല പിന്നൊന്ന് കുത്തുന്ന പരിപാടികൾ ഇവന്മാർക്കില്ല. അതാണ് ഇറാനികളുടെ പ്രത്യേകത. നിങ്ങൾ ഇറാനിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ വരുന്ന സപ്പോർട്ട്, നിങ്ങൾ ഇസ്രായേലിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കാർക്കിച്ച് തുപ്പും. എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. ഇസ്രായേലികൾ ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ ബഹുദൈവം ആരാധിക്കുന്ന ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാൽ അവന്മാർ കാർക്കിച്ച് തുപ്പും നിങ്ങളുടെ മുമ്പിൽ. പക്ഷേ ഇറാനികളെ ചെയ്യില്ല. ഇറാനിൽ ഇപ്പോഴും സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജൂയിസ് അല്ലെങ്കിൽ ജൂതന്മാരുണ്ട്. ഇറാനിൽ നിങ്ങൾ ഏത് മതക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ബഹുമാനിക്കും. അതാണ് ഇറാൻ്റെ ഒരു അവസ്ഥ. നമ്മൾ എന്തിന് ഇറാനെ സപ്പോർട്ട്, നീ ഇന്ത്യയിൽ ഇരുന്ന് എന്തിനാണ് ഇറാനെ സപ്പോർട്ട് ചെയ്താൽ, ഇറാൻ ഒരിക്കലും എതിര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇറാൻ ഒരിക്കലും ഒരു മതക്കാരെയും അവഹേളിക്കാൻ പോകാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇറാനികൾ അവഹേളിക്കുന്നത് മറ്റു മതക്കാരില്ല. പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങൾ ഇസ്രായേൽ എത്ര വീഡിയോസ് നിങ്ങൾക്ക് പച്ചക്ക്, നിങ്ങൾ സംഘികളെ നിങ്ങളോടും കൂടെ പറയണം, നിങ്ങൾ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. എത്ര ഇസ്രായേൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവഹേളിക്കുന്ന വീഡിയോസ് എത്ര നിൽക്കാറോ. കാർക്കിച്ച് തുപ്പും അവർ. ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പും അവർ. മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ അവരെ തെറി പറയും. അവർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് അവർ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇന്ത്യക്കാർ അവിടെ പോയി ചെയ്യുന്ന ജോലി എന്താണ്? പാവ നേഴ്സുമാർ അവിടെ പോയി ചെയ്യുന്ന ജോലി എന്താണ്? അവിടുത്തെ അവർക്ക് നോക്കാൻ പറ്റാത്ത അമ്മമാരും വീട്ടിലെ വൃദ്ധമായിട്ടുള്ള ആളുകളും മറ്റേ അസുഖമുള്ള ആളുകളുടെയും എല്ലാ കാര്യങ്ങളും സന്ധി വരെ കഴിയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മളിത് കുറ്റങ്ങളും നമ്മൾ പറയുന്നത്. ഇത്രയും പഠിച്ചിട്ട് അവിടെ പോയി ചെയ്യുന്ന അവസ്ഥകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ഒരു നേഴ്സസിനോട് വേറെ ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതേ ഫീൽഡിൽ വർക്ക് ചെയ്ത് ഇത്രയും കാലങ്ങളായിട്ട് അതിൻ്റെ പിന്നാലെ വരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഇവരുടെ ഒരു സ്നേഹം എത്രത്തോളമാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരിക്കലും ഇറാൻ മറ്റുള്ള രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ പരിപാടികൾ, ഈ ആണവായുധങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്യില്ല.
പക്ഷെ മതപരമായിട്ടുള്ള ചട്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ അവരുടെ അകത്തുണ്ട്. പക്ഷെ അതും ലിബറലായിട്ട് മാറുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല. ഇറാൻ്റെ നൈറ്റ് ലൈഫ് നിങ്ങൾ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇറാൻ നൈറ്റ് ലൈഫ് എന്ന് അടിച്ച് നിങ്ങൾക്ക് കാണാം. അവിടെ പറന്നിട്ട് മുറുക്കിട്ട് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന ആൾക്കാരല്ല പുറത്തിറങ്ങി നടക്കുന്നത്. അവിടെ എല്ലാ ടൈപ്പ് ആൾക്കാരും നടക്കുന്നുണ്ട്. പക്ഷെ ചില സിറ്റുവേഷനിൽ, ചില ദിവസങ്ങളിൽ, ചില പരിപാടികളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം ഇത് ഫോളോ ചെയ്യണമെന്നേ പറയും. ഇത് ഫോളോ ചെയ്യാത്ത ആളുകളെ മാത്രമേ അവർ ശിക്ഷിക്കാറുള്ളൂ. അതല്ലാണ്ട് അവിടെ നോർമലി നിങ്ങൾ തട്ടയില്ലാണ്ട് നടക്കുന്നതുകൊണ്ടോ നിങ്ങൾ ബുർക്കല്ലാണ്ട് പാൻറ്റും ജീൻസും ഇടണ ഒരു പ്രശ്നം ഇറാനിലില്ല. അത് മനസ്സിലാക്കുക. ആദ്യം ബേസിക് നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ സെർച്ച് ചെയ്യും, സംഖ്യകളുണ്ടാ പറയാൻ സെർച്ച് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇറാൻ്റെ ഈ ഒരു എന്താ പറയുക ഇൻഷുറൻസ് പോളിസി, അതായത് ഉത്തര കൊറിയ, പാകിസ്ഥാൻ ഇവരൊക്കെ ആണവായുധങ്ങൾ നേടിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഇവരെ ആരും ആക്രമിച്ചിട്ടില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഈ ചെറിയ രാജ്യങ്ങൾ ഏത് സമയത്തും ആക്രമിക്കപ്പെടാമെന്ന് വിചാരിച്ച് ഇത്തരം രാജ്യങ്ങൾ എന്നാണോ ആണവായുധങ്ങൾ കരസ്ഥമാക്കിയതിന് ശേഷം അവർ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ ഇറാന് രഹസ്യമായിട്ട് ഈ ആണവായുധങ്ങൾ ശേഖരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. അതിനുശേഷം അവർ ആരും തൊടാൻ പോലും. പക്ഷേ ഇറാനും ചെയ്തിട്ടില്ല. എന്താ ഇറാൻ്റെ പോളിസി അതല്ലായിരുന്നു, ക്ഷമിച്ചിരിക്കുക, അതൊന്നും നമുക്ക് വേണ്ട എന്നുള്ള പോളിസി ആയിരുന്നു. പക്ഷേ ഇറാൻ അത് മാറ്റും. കൺഫേം ആണ്, ഇറാൻ ആ പോളിസി ഇനി മാറ്റും എന്നാണ് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ടുകളായിട്ട് പുറത്തോട്ട് വരുന്നത്. ഇറാൻ്റെ പുതിയ സുരക്ഷാ ക്രമീകരണങ്ങളെ പറ്റി നമുക്ക് പറയാം. അതായത് 2000 കിലോമീറ്റർ പരിധി വരെ പോകുന്ന കറംഷെയർ പോലത്തെ കറംഷെയർ ഫോൾ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇറാൻ ഭൂഗർഭ ബങ്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ദിവസം എന്തായിരുന്നല്ലോ, ഏത് സമയത്തും ഇസ്രായേലും അമേരിക്കയും തിരിച്ചടിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങളൊരു അക്രമം വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ എന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഇപ്പോൾ തീർക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒറ്റയടിക്ക് ഒരു രാത്രി കൊണ്ട് ട്രംപ് നേരിട്ട് കയറി വന്ന് ഇറാനിനോട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യരുത്, നമുക്കിത് എത്രയും പെട്ടെന്ന് തീർക്കണം. ഇറാൻ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെല്ലാം മാറ്റി ഇറാൻ തിരിച്ച് അതിനൊക്കെ ബങ്കറിലോട്ട് മാറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ F-35 അതുപോലെ B-2 സ്പിരിറ്റ് ബോംബേഴ്സ് ഉണ്ട്, നമുക്കറിയാം. ഇത്തരം അത്യാധുനിക വിമാനങ്ങളെ കണ്ടെത്താൻ ശേഷിയുള്ള ചൈനയുടെ YC-8B റഡാർ സംവിധാനങ്ങൾ എല്ലാ സ്ഥലത്തും വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ആക്രമണം വരികയാണെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അമേരിക്കൻ ബോംബുകളെ തകർക്കാൻ കഴിയാത്ത വിധം 260 മുതൽ 300 അടി വരെ ആഴത്തിലാണ് നദാൻസിലെ പുതിയ എന്താ പറയുക ഈ ഭൂഗർഭ ആണവ നിലയം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നദാൻസിൽ ഫ്രണ്ടൊക്കെ അവർ പൊളിച്ചിട്ടുണ്ട്. അതിനേക്കാളും 350-400 അടി താഴത്ത് പുതിയ ഭൂഗർഭ ആണവ നിലയങ്ങൾ ഇറാൻ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് റഷ്യയുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ, നമുക്ക് പറയാം. അതായത് റഷ്യയുടെ മനുഷ്യ കവചം ലിവിങ് ഷീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ റഷ്യയും ഇറാനും തമ്മിൽ ഏകദേശം $25 ബില്യൺ ആണവ നിലയ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 2 മാസം മുമ്പാണ് ഇത് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇറാൻ ആക്രമിച്ച സമയത്താണ് ഈ ഒരു ഒപ്പ് നടന്നിട്ടുള്ളത്. അതായത് റഷ്യൻ എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ ഇവരെല്ലാം ഈ നിലയത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയോ ഇസ്രായേൽ നേരിട്ട് അവിടെ കയറി ഇവരെ കൊല്ലാൻ കഴിയില്ല. ഇതിനകത്ത് അതായത് ഇതൊരു ഒരു ജോയിൻറ്റ് വെഞ്ചർ പോലത്തെ, അല്ലെങ്കിൽ ഇറാനും റഷ്യ ഒരുമിച്ച് നടത്തുന്ന സംഭവമാണ്. ഇവിടെ കയറി ആക്രമിച്ച് റഷ്യയുടെ ഒരു എഞ്ചിനീയർക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് റഷ്യക്ക് നേരെ പോകുന്ന യുദ്ധമായിട്ട് റഷ്യ കാണും. അമേരിക്കൻ ബേസുകളും റഷ്യ ബോംബിടും, ഈ പറഞ്ഞ ഇസ്രായേലും ഡയറക്റ്റ് റഷ്യ ബോംബിടും. അതുകൊണ്ട് ഡയറക്റ്റ് ഇത്രയും താഴത്ത് വന്ന് ആക്രമിക്കാൻ ഇപ്പം അമേരിക്കയ്ക്ക് അവർക്കോ പറ്റില്ല. അതുകൊണ്ട് ഇറാൻ അവരുടെ സമ്പുഷ്ടീകരണം, അവരുടെ ആണവ നിലയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇസ്ലാമാബാദ് കരാറിൽ അമേരിക്കയുടെ തോൽവി നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടില്ലേ. ഇറാൻ പറഞ്ഞ, അതായത് അമേരിക്ക പറഞ്ഞ യുദ്ധം ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് ഇറാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൈൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള $25 ബില്യൺ ആണവ കരാറാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഈ 2017 ഈ ഒരു ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമാബാദ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കരാർ ഇറാൻ്റെ മിസൈൽ പ്രോഗ്രാമിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ അമേരിക്ക പറ്റിയിട്ടില്ല. ഇവർക്ക് മേലുള്ള എണ്ണ ഉപരോധങ്ങൾ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരവിപ്പിച്ച $25 ബില്യൺ ആസ്തികൾ അമേരിക്ക വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വരെ ഇപ്പം ഇതിലുണ്ട്. ഇനി ഇത് മാത്രമല്ലാണ്ട് ഇവിടെ ഈ ഉത്തര കൊറിയയുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ട് നമുക്ക് പറയണം. നമുക്കറിയാം, നമ്മുടെ കിങ് അണ്ണൻ എന്താണോ ചെയ്യുക, ഏതാണോ ചെയ്യാന്ന് ഒരാൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രിങ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ബ്ലോക്ക് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ, ഈ 4 പേര് വരുന്നൊരു ബ്ലോക്ക് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവർ ആഗോള തലത്തിൽ അമേരിക്കയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉത്തര കൊറിയൻ കപ്പലുകൾ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഉത്തര കൊറിയൻ കപ്പലുകൾ ഈ പറഞ്ഞ സമുദ്രത്തിൽ പല സ്ഥലത്തും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവരുടെ കയ്യിലൊക്കെ ന്യൂക്ലിയർ വെപ്പൺസ് അടങ്ങിയിട്ടുള്ള കപ്പലുകളുള്ളത്. അപ്പോൾ ഇവർ ഓൾറെഡി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചൈന, അമേരിക്ക കമ്പനികൾ, അതായത് ചൈനയ്ക്കും അമേരിക്കൻ കമ്പനികൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഉപരോധങ്ങളുണ്ട്. അതുപോലെ ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങളുണ്ട്. അപ്പം ഈ ഇറാൻ, റഷ്യ, ചൈന ഈ രാജ്യങ്ങൾ പലതരത്തിലുള്ള എണ്ണക്കരാറുകൾ ഇതിൻ്റെ ഇടയ്ക്ക് പരസ്പരം സൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉത്തര കൊറിയയും കൂടെ സപ്പോർട്ടോടു കൂടി. ഇത് അമേരിക്കക്കും അല്ലെങ്കിൽ മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും എതിരെയുള്ള ഒരു ക്ലിയർ ക്രിങ് ബ്ലോക്ക് അവിടെ
പുറത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം ഇനിയിപ്പം 60 ദിവസം, ഇനി ഇവിടെ അങ്ങോട്ട് 60 ദിവസമാണല്ലോ നമ്മുടെ ഈ ഒരു കരാറിൻ്റെ അന്തിമ കരാറിലോട്ട് എത്താനുള്ളത്. അപ്പോൾ ഇതിൽ ചില എന്തൊക്കെ നടക്കാം എന്നുള്ള ചില പ്രവചനങ്ങൾ ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നുണ്ട്. 60 ദിവസത്തെ ചർച്ചാ കാലയളവിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ, അതായത് IAEA ഇൻസ്പെക്ടർമാർക്ക് ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ കയറിയിട്ട് ഇൻസ്പെക്ട് ചെയ്യാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ട്, പക്ഷേ ഇറാൻ അത് കംപ്ലീറ്റ് തള്ളി കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ സമ്മതിക്കൂ, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഹോർമോസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ്റെ സർവീസ് ഫീ, അതായത് പരിസ്ഥിതി സംരക്ഷണ ചാർജ് എന്ന പേരിൽ ഒരു പുതിയ ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൊടുത്ത് തന്നെ പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ചർച്ച നടക്കുന്ന സമയത്ത് ഇറാൻ തങ്ങളുടെ ഭൂഗർഭ ആണവ നിലയങ്ങളുടെ നിർമ്മാണം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നും കൂടെ പറയുന്നുണ്ട്. ഈ 60 ദിവസം എടുത്തിട്ട് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ അതിനെ വല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇറാൻ സെറ്റ് ചെയ്തിട്ട് ഇറാൻ കൂടുതൽ പവർഫുൾ ആവും എന്നാണ് പല അന്താരാഷ്ട്ര വിദഗ്ധർ ഇപ്പം ഇത് മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പം കുറച്ച് അനാലിസിസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ അത് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വരുത്തി നമ്മൾക്കൊരു ടെലഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ട് വേണം, നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ചില ടെലഗ്രാം കമ്മ്യൂണിറ്റീസ് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ പേസ്റ്റ് ചെയ്യാം. മാക്സിമം ആളുകൾ അത് എന്താ പറയുക ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഒന്ന് ജോയിൻ ചെയ്ത് മെമ്പേഴ്സ് ആവാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.